ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ തന്നെ ദേവമംഗലത്തേക്ക് ഉദയഭാനും ശ്രീകലയും എത്തിയിട്ടുണ്ട്. ഓട്ടോയിൽ വന്ന് ഇറങ്ങുമ്പോൾ തന്നെ അവിടെ ഓട്ടോക്കാരൻ ചോദിക്കുന്നുണ്ട് 500 രൂപയായെന്ന്. 500 രൂപയല്ല, 450 രൂപയാണ് ഓട്ടോക്കാരൻ പറയുന്നത്. പക്ഷേ 500 രൂപയും കൊടുത്തിട്ട് ബാക്കി വെച്ചോന്നും കൂടെ ഉദയഭാനു പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് ശ്രീകലയോട് പറയുന്നുണ്ട്, ശ്രീകലേ, നമ്മൾ ബാലെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് എന്തോ കാര്യമുണ്ട്, നമുക്ക് നല്ല സന്തോഷമുള്ള നമ്മുടെ സമയം തെളിയുന്ന ദിവസമാണെന്നാണ് തോന്നുന്നത്. എനിക്കും തോന്നി. ഇനി അങ്ങോട്ട് നമുക്ക് വെച്ചടി കയറ്റമാണെന്ന് എനിക്ക് തോന്നുന്നത്. എന്തായാലും വിളിപ്പിച്ച കാര്യം എന്താണെന്ന് എങ്ങനെ അറിയും? അതിപ്പോൾ അറിയാമല്ലോ, നമ്മുടെ കയ്യിൽ കുറച്ച് കാശ് വരാൻ പോകുന്ന കാര്യം അതെനിക്ക് ഉറപ്പാണ്. അതെങ്ങനെ നിങ്ങൾക്ക് ഇത്ര ഉറപ്പ്? എടി, എൻ്റെ വലത് കൈ ചൊറിയാണ്. വലത് കൈ ചൊറിഞ്ഞു കഴിഞ്ഞാൽ മഹാലക്ഷ്മി വരുമെന്നാണ് ശാസ്ത്രം. ശരി. അന്നേരം കൃഷ്ണമംഗലത്താണെങ്കിൽ രാവിലെ തന്നെ നമ്മുടെ ധർമ്മൻ എണീറ്റ് മുറ്റത്തേക്ക് നോക്കുമ്പോൾ ഇവിടെയാണ് താമസമെങ്കിലും ദേവമംഗലത്തൊരു കണ്ണ് എപ്പോഴും ഉണ്ടല്ലോ. മുറ്റത്ത് കോലമൊന്നും ഇട്ടിട്ടില്ല. എന്ത് പറ്റി അവിടെ കോലം ഇടാത്തത് എന്ന് നോക്കി നിൽക്കുമ്പോൾ അമ്മയും രാജശ്രീയും നന്ദിതയും ഒക്കെ അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുകയാണ്, എന്താടാ നീ അപ്പുറത്ത് തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? അല്ല അമ്മേ, ഇത്രയും സമയമായിട്ടും അവിടെ ആരും എണീറ്റില്ലേ? അവിടെ കോലമൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ രാജശ്രീ പറയാം, അവിടെ കോലം ഇടുകയോ അവിടെ ആ ഗോമതി കോലം തുള്ളുകയോ എന്ത് വേണോ ചെയ്യട്ടെ, നിങ്ങൾക്കൊക്കെ എന്താ എന്ന് പറഞ്ഞാൽ അവളങ്ങ് കയറി പോവാണ് കേട്ടോ. അപ്പം നന്ദിത പറയാണ്, ചിലപ്പോൾ ഇനി പനിയോ ആർക്കെങ്കിലും അസുഖങ്ങളോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അയ്യോ, എന്തെങ്കിലും ആണോ എന്തോ എന്ന് പറഞ്ഞ് നമ്മുടെ ധർമ്മൻ അങ്ങോട്ട് മുറ്റത്തേക്ക് ഇറങ്ങി നിൽക്കുമ്പോഴാണ് ഇവരുടെ വരവ് കേട്ടോ. ധർമ്മന് പെട്ടെന്നൊരു ഫോൺ വരുവാണ്. ഫോൺ വിളിച്ചുകൊണ്ട് തിരിഞ്ഞ് നിൽക്കുകയാണ്. ആ സമയത്ത് ഉദയഭാനു വലിയ ഗമയിൽ അവിടെ നിന്നുണ്ട്, എടാ ധർമ്മ. അപ്പോൾ ഫോണും വെച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കിയിട്ട് പറയുന്നത്, പാവം തന്നെ. അയ്യോ, എങ്ങനെ ദീപിച്ച ധർമ്മന, ഇപ്പം കണ്ടില്ല. ധർമ്മ, ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നടാ നിനക്ക്? പൈസയ്ക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടായിരുന്നു നിനക്ക് എന്നോട് ചോദിച്ചാൽ പോരായിരുന്നു, ഞാൻ തരുമായിരുന്നല്ലോ. ധർമ്മന് ദേഷ്യം വന്നിട്ട് പറയണമെന്നും പറഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് അമ്മ വിലക്ക് കേട്ടോ. പാവം തന്നെ കേട്ടോ ശ്രീകലയെ. സത്യസന്ധതയുടെ വില അറിയാത്ത ചെറുപ്പക്കാരൻ, എന്ത് ചെയ്യാൻ, യുവതലമുറ നശിച്ചു പോയി എന്നും ഇങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് തന്നെ ശ്രീകല പറയാം കേട്ടോ, അതേ ഇവനോടൊന്നും സംസാരിക്കണ്ട, നമ്മൾ നശിച്ചു പോവും. ശരിയാ, നാറാണക്കല്ല് പോലെ എന്ന് ഉദയഭാനുവും പറയാട്ടോ. ഇതൊക്കെ കേട്ടിട്ട് ചൊറിഞ്ഞു വരുന്നുണ്ട് നമ്മുടെ ധർമ്മന്. അവസാനം ധർമ്മന് ദേഷ്യം പിടിച്ച് ഒരൊറ്റ പോക്ക് കയറി പോവാണ്. അകത്ത് കയറി ചെല്ലുമ്പോൾ അവിടെ എല്ലാവരും ഇങ്ങനെ ഓരോന്നും അവരവരുടേതായിട്ടുള്ള രീതിയിൽ ഓരോന്ന് ഓർമ്മയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പം ഇവർ വന്ന് കയറി, എല്ലാവരും ഉണ്ടല്ലോ, എല്ലാവരെയും ഒരുമിച്ച് കണ്ടിട്ട് എനിക്ക് എത്ര നാളായി, കൈ നിറച്ച് കണ്ടു, ബാഗുകളും ഉണ്ട് കേട്ടോ, സമ്മാനപ്പൊതികളുമായിട്ടാണ് വന്നത് മോളെയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ആരും ഒറ്റ അക്ഷരം മിണ്ടുന്നില്ല, എല്ലാവരുടെയും മുഖം കടന്നല് കുത്തിയതുപോലെ ഇരിക്കട്ടോ. വീണ്ടും ഉദയഭാനു പറയാം, എനിക്കാണെങ്കിൽ ഈ ബിസിനസ്സിൻ്റെ തിരക്ക് കാരണം ഓട്ടത്തോട് ഓട്ടം തന്നെയാണ്. പിന്നെ ഇന്നിപ്പോൾ സൗത്ത് ആഫ്രിക്കയിലാണെങ്കിൽ നാളെ വേറെ ഏതെങ്കിലും സ്ഥലത്തായിരിക്കും. മടുത്തു ഞാൻ. ദേവിക്കാണെങ്കിൽ ഒന്നും മിണ്ടാനും പറ്റുന്നില്ല കേട്ടോ. ബാല വിളിക്കുമ്പോഴേ ഞാൻ ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. അവിടുന്ന് കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ശ്രീകലേ, നീ എന്താ ഈ കവറുകളൊക്കെ കയ്യിൽ വെച്ചിരുന്നത്? നീ അതെല്ലാം കൂടെ ആ ഗോമതി ഏൽപ്പിക്കൂ. അങ്ങനെ ഗോമതി ഏൽപ്പിക്കാൻ വേണ്ടി അത് എടുത്തിട്ട് തിരിഞ്ഞു നോക്കണമെന്ന് ഗോമതി അങ്ങോട്ട് കൊല്ലുന്ന ദേഷ്യത്തിലാട്ടോ ചെറഞ്ഞൊരു നോട്ടം നോക്കണം. ശ്രീകല അന്തം വിട്ട് നിൽക്കുകയാണ്. അല്ല, എന്തുപറ്റി? എന്നാലും അതിനിടയിൽ കൂടെ ബാലനോട് ഉദയഭാനു ചോദിക്കണം, അല്ല ബാലൻ എന്തിനാ എന്നെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? എന്താ ബാല കാര്യം? ദേവി അവിടെ നിന്ന് കരയുന്നുണ്ട്. അപ്പം ശ്രീകലയ്ക്ക് ചെറിയൊരു സംശയം, കാരണം ഗോമതിയുടെ ആ നോട്ടം ശ്രീകലയ്ക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാനേ പറ്റുന്നില്ല കേട്ടോ. അപ്പം ഉദയഭാനു പറയാണ്, ബാലൻ എന്നോട് ഇതൊന്നും പറഞ്ഞില്ലെങ്കിലും കാര്യം എന്താണെന്നൊക്കെ ഞാൻ കണ്ടുപിടിച്ചു. ബാലൻ എന്നെ ഏതോ ഒരു ചുമതല ഏൽപ്പിക്കാനുള്ള പരിപാടിയാണ് അല്ലേ? ബാലൻ ഒറ്റ അക്ഷരം മിണ്ടണില്ല കേട്ടോ. തിരക്കാണ് എനിക്ക്. എന്നാലും ബാലൻ പറഞ്ഞാൽ പറ്റില്ല എന്ന് ഞാൻ എങ്ങനെ പറയും? നമ്മുടെ ആനന്ദിനാണെങ്കിൽ കലിയായിട്ടിരിക്കട്ടെ, കള്ളത്തരം. ഇയാൾക്ക് ഇനിയെങ്കിലും ഒന്ന് സത്യം പറഞ്ഞുകൂടെ? അതുകൊണ്ടാണ് ഇവിടെ ആരും മിണ്ടാത്ത. അയാൾക്ക് 2 പറ്റിക്കണമെന്ന് വിചാരിച്ച് ഇങ്ങനെ കാത്തിരിക്കുകയാണ് നമ്മുടെ ആനന്ദ് ദേഷ്യം പിടിച്ച്. ഇവരിങ്ങനെ പൊങ്ങച്ചം പറഞ്ഞിരിക്കുകയാണ്. എത്രത്തോളം പോട്ടെ എന്ന് പറഞ്ഞ് വരും. അപ്പോൾ ദേവിക്കാണെങ്കിൽ ഒന്നും മിണ്ടാൻ പറ്റുന്നില്ലെങ്കിലും അവസാനം ദേവിയുടെയും സഖി കെട്ടു കേട്ടോ. ദേവി നേരെ അടുത്തേക്ക് ചെല്ലാണ്. അമ്മയെന്ന് വിളിക്കുന്നുണ്ട്, കരയുകയും ചെയ്യാണ്. എന്താ സംഭവിച്ചത്? ഉദയഭാനു പെട്ടെന്ന് തന്നെ ബാലൻ്റെ മുഖത്തേക്ക് നോക്കി. ബാലൻ മുഖത്തെ നോക്കണില്ല. എന്താ ഒരു കള്ളച്ചിരിച്ചിട്ട് കുറേ ദിവസങ്ങൾക്ക് ശേഷം അമ്മയെ കാണുന്നല്ലേ, അതുകൊണ്ടാണ് ദേവി കരയണത്. ആനന്ദ കണ്ണീരായിരിക്കും. ദേവിയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ശ്രീകലയ്ക്കും ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല. അപ്പോഴാണ് ഗോമതി അങ്ങോട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങളൊക്കെ മനുഷ്യരാണോ? ഇത്രയൊക്കെ ചെയ്തു വെച്ചിട്ടും യാതൊരു ഉളുപ്പുമില്ലാതെ നെഞ്ചി വിരിച്ച് വന്നിരിക്കുന്നത് കണ്ടില്ലേ? നാണം ഉണ്ടോ നിങ്ങൾക്കൊക്കെ എന്ന് ഗോമതിയുടെ വാചകം. അപ്പോൾ തന്നെ ഉടനെ ഉദയഭാനു പറയട്ടല്ലേ, അത്യാവശ്യമായിട്ട് ബാലൻ എന്നെ വരാൻ പറഞ്ഞതിൻ്റെ കാര്യം എനിക്ക് മനസ്സിലായി കേട്ടോ. ഇവരെല്ലാവരും വീണ്ടും അന്തം വിട്ട് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉടനെ തന്നെ ഉദയഭാനു പറയുന്നുണ്ട്, ബാല
ബാല വിഷമിക്കണ്ട, ഏതൊരു അസുഖത്തിനും ഇപ്പം നല്ല ചികിത്സയുണ്ട്. അപ്പോൾ എല്ലാവർക്കും ദേഷ്യവും സംശയം കേട്ടോ. ഇങ്ങനെ എന്താ പറയുന്നത്? ഉടനെ അയാൾ എണീറ്റ് നിന്നിട്ട് ചോദിക്കുന്നു, ഗോമതിക്ക് പണ്ടേ ഈ പ്രശ്നമുണ്ടോ അതോ ഇപ്പം തുടങ്ങിയതാണോ? ഓ എൻ്റെ പൊന്നു മോളെ, നീ ഇങ്ങനെ കരയല്ലേന്ന് ദേവിയോട്. ഭ്രാന്തിനിപ്പം നല്ല ചികിത്സയുണ്ട്. ഗോമതിക്ക് ഭ്രാന്താണെന്നുള്ള രീതിയിൽ പറയാം. അവിടെ നിന്ന് ബാക്കി എല്ലാവർക്കും കൂടെ കലി കൊണ്ട് വയ്യാട്ടോ. വീണ്ടും ഉദയവാന് പറയാം, ഗോമതിയുടെ അസുഖമേ നമ്മൾ ചികിത്സിച്ച് ഭേദാകും, മോള് കരയല്ലേ എന്ന് ദേവിയോട് പറയാനായിട്ട്. ഗോമതിയുടെ കൺട്രോൾ പോയി. ആർക്കടാ ഭ്രാന്ത്? എനിക്കാണോ? ഇല്ല, ഗോമതിക്ക് ഒരു കുഴപ്പമില്ല, ഗോമതി പെർഫെക്റ്റ് ഓക്കെയാണ് എന്ന് ഉദയഭാനു അവിടെ നിന്ന് ഒരു ഉളപ്പമില്ലാതെ ചിരിച്ച് സംസാരിക്കട്ടോ. അപ്പം ദേവി കരഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് മാറി നിൽക്കുകയാണ്. അപ്പം ഗോമതി നേരെ അടുത്തേക്ക് ഓടിച്ചതിന് പറഞ്ഞിട്ട്, നിങ്ങൾക്ക് ഇത്രയായിട്ടും നാണോ മാനോ ഇല്ലല്ലോ, ഒരു കുടുംബത്തോട് ഇത്രയൊക്കെ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നിയത്? അപ്പോൾ ഉദയഭാനു വീണ്ടും പറയണം, അയ്യോ നിങ്ങളാരും വിഷമിക്കണ്ട, പിച്ചും പേയും വിളിച്ച് പറയുന്നത് ഈ രോഗത്തിൻ്റെ ഒരു ലക്ഷണമാണ്. ഈ ഗോമതി എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഈ ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ കളയണം, അത്രയേ ഉള്ളൂ. ആനന്ദിനാണെങ്കിൽ ഇനിയിപ്പോൾ ഇരിപ്പ് ഉറയ്ക്കുന്നില്ല കേട്ടോ, ഇനിയിപ്പോൾ ചാടി എണീക്കാനുള്ള ഒരു ഇതിലാണ് ഇരിക്കുന്നത്. ഗോമതി നേരെ ദേവിയുടെ അടുത്തേക്ക് ദേഷ്യം പിടിച്ച് വന്നിട്ട് ചോദിക്കണം, എടി നിൻ്റെ അച്ഛൻ പറഞ്ഞു കേട്ടില്ലേ എനിക്ക് ഭ്രാന്താണെന്ന്? ആണോടി? പറയടി, നീ പറയടി, ആർക്കടി ഭ്രാന്ത്? അപ്പോൾ ദേവി ഒരു നിമിഷം നോക്കിയിട്ട് അല്ല പിന്നെ. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് ഉദയവാന് കണ്ണ് കാണിച്ചു കൊടുക്കുക കേട്ടോ, പറയാന്ന്. ഉടനെ തന്നെ ദേവി പറയണ്ട, അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല. അമ്മയ്ക്ക് കുഴപ്പമില്ലെങ്കിൽ ആർക്കടി കുഴപ്പം? പറയടി. അത് ഞങ്ങൾക്കാ കുഴപ്പം. നിങ്ങൾക്കാ കുഴപ്പം അല്ലേ? ഞങ്ങൾക്ക് എന്ത് കുഴപ്പം? ഞങ്ങൾക്ക് എന്താ കുഴപ്പം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകര അന്തം വിട്ട് നോക്കുക കേട്ടോ. അപ്പോഴത്തേക്കിനും ദേവി പറയുന്നുണ്ട്, അമ്മേ എല്ലാവർക്കും എല്ലാം മനസ്സിലായി. എന്ത് മനസ്സിലായി? നമ്മുടെ എല്ലാ കാര്യങ്ങളും മനസ്സിലായി. അപ്പോൾ ഞങ്ങൾക്കും എല്ലാ കാര്യങ്ങളും മനസ്സിലായി കേട്ടല്ലോ എന്ന് ഗോമതി പറയാനുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ ശ്രീകലയും ഇവിടെ ഉദയഭാനും കൂടെ അന്തം വിട്ട് പോയിട്ടുണ്ട്. എന്താവും എന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും കൂടെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഗോമതി ആണെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യം കിട്ടും. ഉടനെ ശ്രീകലയ്ക്ക് അവിടെ തടിതപ്പേരല്ലേ പറ്റുള്ളൂ. ഉടനെ പറഞ്ഞു, ഗോമതി എന്തൊക്കെയായി പറയുന്നത്? ഉദയേട്ടന് മനസ്സിലായോ? എനിക്കൊന്നും മനസ്സിലായില്ല. ഈ ഗോമതി എന്തൊക്കെയായി വിളിച്ച് പറയുന്നത്? എന്താ നിങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നത്? വാലും തുമ്പും ഇല്ലാതെ. ബാല എന്താ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത്? ശരിക്കും എന്താ ഇവിടെ പ്രശ്നം? വാ തുറന്ന് എന്തെങ്കിലും ഒന്ന് പറ ബാല എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പം ആര്യം പറയാണ്, അച്ഛനെ കൊണ്ട് കൂടുതൽ സംസാരിപ്പിക്കാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. അയ്യോ മോനെ, വാക്കുകളിൽ അങ്കിളിനോടുള്ള ബഹുമാനമൊക്കെ കുറയുന്നു, മുതിർന്നവരെ ബഹുമാനിക്കണം. അപ്പോൾ ആര്യം പറയാണ് കേട്ടോ, എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്തെ വേറെ ആരെങ്കിലും ആയിരുന്നു നിങ്ങൾ വന്ന് കയറിയ സമയത്ത് നിങ്ങളുടെ ചെപ്പ അടിച്ച് പൊട്ടിച്ചെന്നെയായിരുന്നു. അച്ഛൻ അടങ്ങിയിരിക്കുന്നതാണ്. എന്താ കാര്യം? എൻ്റെ അച്ഛന് മാന്യതയും മനുഷ്യത്വമുള്ളത് കൊണ്ട് മാത്രമാണ് നിങ്ങളിവിടെ വെറുതെ നിൽക്കുന്നത്, മനസ്സിലായ? ഇത്രയും പറയുമ്പോൾ തന്നെ നമ്മുടെ ആനന്ദിന് സത്യം അറിയാലോ. എന്നിട്ട് ആനന്ദിന് അനങ്ങാൻ പറ്റും, ദേഷ്യം കൊണ്ട് കല്ല് പോലെ ഇരിക്കട്ടോ. അപ്പോൾ ആകാശ് പറഞ്ഞിട്ട്, ഇങ്ങനെ മനുഷ്യനെ പറ്റിച്ച് ജീവിക്കാൻ നിങ്ങൾക്ക് നാണോ മാനോ ഇല്ലേ? അയ്യോ നിങ്ങളൊക്കെ എന്താ പറയുന്നത്? ആരെ പറ്റിച്ചെന്നാണ് നിങ്ങൾ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്ന് ഉദയഭാനും. ഗോമതി ചെന്ന് ചോദിക്കുന്നുണ്ട്, ഇത് നിങ്ങളുടെ മകളാണല്ലോ അല്ലേ, കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കി തരാം. ആണോന്നാ ചോദിച്ചത്. ദേവി നിങ്ങളുടെ മകളാണോ? അതെ. അതിലിപ്പോൾ ആർക്കാ സംശയം? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മകളെ എത്ര വരെ പഠിച്ചിട്ടുണ്ട്? ആദ്യം ഒന്ന് പതറുക കേട്ടോ. പിന്നെ പറയാം, അയ്യോ അത് എത്ര വരെ പഠിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ അവൾ എം എ ലിറ്ററേച്ചർ അല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തടി തപ്പോ കേട്ടോ. ആദ്യം BA എന്ന് പറഞ്ഞു, പിന്നെ MA എന്ന് പറഞ്ഞു. ആകെ അവിടെ കുഴപ്പത്തിലായി. അത് ശരി, നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കാണണോ? എൻ്റെ വീട്ടിലുണ്ട് അവൾ വാങ്ങിച്ച ട്രോഫിയെല്ലാം. പിന്നെ അവളെ അല്ലെങ്കിൽ തന്നെ അവൾ വെറും MA ആണോ? ലില്ലിഫർ അല്ലല്ലോ. എന്താ ഇത്? യൂണിവേഴ്സിറ്റി ഫസ്റ്റ് റാങ്കാണ് വാങ്ങിച്ചത് എന്നൊക്കെ പറഞ്ഞു അങ്ങ് തുടങ്ങാട്ടോ. ആനന്ദിൻ്റെ കൺട്രോൾ വിട്ടു. നിർത്തണോ അവിടെ, മതി അഭിനയിച്ച് തകർത്തത്. MA ലിറ്ററേച്ചർ, യൂണിവേഴ്സിറ്റി ഫസ്റ്റ് റാങ്കോ, ഗോൾഡ് മെഡലിസ്റ്റ്. ഒരു ഇംഗ്ലീഷ് അക്ഷരം കൂട്ടി വായിക്കാൻ പോലും ഇവർക്ക് അറിയോ? ഇയാളെ ഞാനേ ഇപ്പം ശരിയാക്കി തരാനുണ്ടോ? ആനന്ദേ ഒന്ന് മിണ്ടാതിരിക്കുക എന്ന് വീണ്ടും നമ്മുടെ ഉദയഭാനി പറയാം. അത് ശരി, നിങ്ങളെ ഇപ്പം ഞാൻ ശരിയാക്കി തരാടാ. കള്ളത്തരം അല്ലേ? അവിടെ ഇരുന്ന എന്തോ ഒരു പ്രതിമ പോലത്തെ ഒരു സാധനം എടുത്ത് അടിക്കാനായിട്ട് ഓങ്ങുകയെന്ന് വെച്ചാൽ വെറുതെ ഒന്നുമല്ല, അയാളെ തലമണ്ട അടിച്ച് പൊട്ടിക്കാനായിട്ട് തന്നെയാണ് ശ്രമം. അവസാനം നമ്മുടെ ആകാശം ആരെയും കൂടെ പോയി പിടിച്ചു മാറ്റുന്നുണ്ട്. വേറെ ആരും അനങ്ങളില്ല കേട്ടോ. ബാലനും മിണ്ടാതിരിക്കുക, കൊടുക്കുന്നെങ്കിൽ കൊടുക്കട്ടെ എന്ന് തന്നെ വിചാരിച്ചിരിക്കുകയാണ്. കുറേ സമയമായിട്ട് നമ്മൾ ആനന്ദിൻ്റെ ആരോഗ്യം ഉണ്ടല്ലോ, ആനന്ദിനെ പിടിച്ചു മാറ്റി ഇവർക്ക് പറ്റുന്നേ ഇല്ല. ശരിക്കും ഉദയഭാനുവിന് അടി കിട്ടിയെന്നേനെ. ഇപ്പം അവസാനം ഇവരെല്ലാവരും കൂടെ പിടിച്ച് അങ്ങോട്ട് മാറ്റുകയാണ്. എന്നിട്ടും ആനന്ദിന് കാലി അടങ്ങുന്നില്ല. ആനന്ദം ആ ദേഷ്യത്തിൽ വിളിച്ച് പറഞ്ഞു, ഒരു ഇംഗ്ലീഷ് അക്ഷരം കൂട്ടി വായിക്കാൻ പോലും അറിയാത്ത തൻ്റെ മോൾ വലിയ ട്രോഫി വാങ്ങിച്ചു പോലും, യൂണിവേഴ്സിറ്റി ഫസ്റ്റ് റാങ്ക് പോലും ഒന്നും പറഞ്ഞുകൊണ്ട്
അപ്പോൾ എല്ലാവരും പിടിച്ചു മാറ്റിയിട്ടും പറ്റുന്നില്ല. അവസാനം ബാലൻ പറയുന്നുണ്ട്, മോനെ നീ അടങ്ങും, നീ മിണ്ടാതെ നിൽക്കും, ഞാൻ സംസാരിച്ചോളാം. അല്ലെങ്കിൽ തന്നെ ഇതൊക്കെ നീയൊക്കെ കണ്ടിട്ടുണ്ടോടോ? ഇങ്ങനെ ഒരു യൂണിവേഴ്സിറ്റി പോലും നീ കണ്ടിട്ടുണ്ടോ? നാണമില്ലാത്ത ശവങ്ങൾ. എന്നിട്ട് ഇത്രയൊക്കെ ആയിട്ടും സത്യങ്ങൾ തുറന്നു പറയാൻ നിനക്കൊക്കെ വയ്യ. ഇതിനെയൊന്നും വെറുതെ വിടടാ അങ്ങോട്ട് എന്നെ. നീ എനിക്ക് തന്നെ അടിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇത് ഞാൻ തൻ്റെ തലയിൽ ദൂരെ നിന്നെങ്കിൽ ഞാൻ എറിയിടോ എന്ന് പറഞ്ഞുകൊണ്ട് ബലം പ്രയോഗിച്ച് അങ്ങോട്ട് എറിയാനോ അങ്ങോട്ടോ. ആകാശം ആരും എങ്ങനെയൊക്കെ ശ്രമിച്ചിട്ട് നമ്മൾ ആനന്ദിനെ തടയാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് ശക്തിയോട് കൂടിയാണ് അടിക്കാനും ഇടിക്കാനും പോകുന്നത്. ഒരു ഉദയഭാനു സാറ് വന്നിരിക്കുന്നത്, താൻ ഒരു മനുഷ്യനാണോടോ തന്നെ. ഇനി ഇവിടെ നിന്ന് എന്തെങ്കിലും കള്ളത്തരം വിളിച്ച് പറഞ്ഞാൽ തന്നെ തലമണ്ട ഞാൻ അടിച്ചുടയ്ക്കൂടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആകെ പ്രശ്നമായിട്ടോ. അപ്പോൾ ഉടനെ തന്നെ അയാൾ അവിടെ നിന്നുകൊണ്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ അയാൾ പറയാം, അവൾക്ക് ലിറ്ററേച്ചർ കിട്ടിയതും ഗോൾഡ് മെഡലും ഒക്കെ വീട്ടിൽ ഇരിപ്പുണ്ട്, വേണമെങ്കിൽ ഞാൻ എടുത്തുകൊണ്ട് കാണിച്ചു തരാമെന്ന്. പിന്നെ ഇവർക്ക് ദേഷ്യം കൂടുതലല്ലേ ഉള്ളൂ. ദേവിക്കൊന്നും മിണ്ടാനും പറ്റുന്നില്ല. ഗോൾഡ് മെഡൽ വീട്ടിലിരിപ്പുണ്ട് അല്ലേടാ, എവിടെയാടാ ഗോൾഡ് മെഡൽ, പറയടാ. എന്നാലും സമ്മതിക്കരുത്, കള്ളത്തിനും ഒരിക്കലും സമ്മതിച്ച് തരരുത് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആനന്ദ് കള്ളത്തിന് മുകളിലെ കള്ളം തന്നെ എപ്പോഴും ഇത് തന്നെ പറഞ്ഞു. കേട്ടോടി നിൻ്റെ അച്ഛൻ പറയുന്നത് കള്ളത്തരം. അയ്യോ എൻ്റെ ഗോമതി, ഈ കള്ളത്തരങ്ങളൊക്കെ നിങ്ങൾ ആരാ പറഞ്ഞ് വിശ്വസിപ്പിച്ചത് എന്ന് വീണ്ടും കേട്ടോ ശ്രീകല. ഗോമതിക്ക് ദേഷ്യം മതി നിർത്താൻ. ഇപ്പോഴും സത്യം പറയാൻ നിങ്ങൾ ആരും ഒരുക്കമല്ല അല്ലേ? വീണ്ടും കള്ളത്തിന് മുകളിൽ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞങ്ങൾ എവിടുന്ന് മനസ്സിലാക്കിയതില്ല. നിങ്ങളുടെ ഈ മകൾ തന്നെ ഞങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണെന്ന് ഗോമതി അങ്ങോട്ട് പറയാം. ഇതിൽ കൂടുതൽ ഇനിയിപ്പോൾ തെളിവെന്താ? ഇനിയിപ്പോൾ കിടന്ന് അഭിനയിച്ചിട്ടും കാര്യമില്ല. ഉദയഭാനും അതുപോലെ ശ്രീകലയും കൂടെ ആകെ അവിടെ നിൽക്കുകയാണ്. ഇനി അനങ്ങാൻ പറ്റാത്ത സ്ഥിതിയിലോട്ടോ. അതുപോലെ തൊട്ടപ്പുറത്ത് ദേവി. ഇതാണ് ഇന്നത്തെ എപ്പിസോഡിലോട്ടോ. ഡീറ്റെയിൽഡ് എപ്പിസോഡുമായിട്ട് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്